ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നും നമ്മളൊരു പാചക വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കേരച്ചൂര തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന കറിയാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമ്മളിവിടെ നല്ല പച്ച കേരച്ചൂര വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പെരിഞ്ജീരകം, കുരുമുളക്, സവാള, ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്തരം കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കുക. മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ, പെരിഞ്ജീരകം, കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കാം. ഇതിങ്ങനെ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെയും ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1.25 സ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കരിയാതെ സൂക്ഷിക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരല്പസമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ തീയെല്ലാം ഓഫ് ചെയ്ത് ഇത് തണുത്ത് കഴിയുമ്പോൾ നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ഇങ്ങനെ നല്ല ക്രീമി പരുവായിട്ട് അരച്ചെടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിൽ അല്പം എണ്ണ ഒഴിച്ച് ഉലുവായിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, സവാള, പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഈ ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി, കുടംപുളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായി വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റു സാധനങ്ങളും അരച്ചത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും പോരെങ്കിൽ ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഈ അരപ്പ് തിളയ്ക്കുന്നത് വരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തിള വരും. തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കേരച്ചുര കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് അടയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് മൂടി തുറന്ന് പതുക്കെ ഇളക്കി കൊടുത്ത് ഉപ്പും പുളിയും ഒക്കെ നോക്കാം. വീണ്ടും ഒന്നുകൂടി നമ്മൾ മൂടി വെച്ച് അടയ്ക്കുകയാണ്. ശേഷം നമുക്ക് തീ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. അല്പസമയത്തിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നു നോക്കാം. ആഹാ, ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. താളിക്കണമെന്നുള്ളവർക്ക് താളിച്ചു കൊടുക്കാം. എന്തായാലും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.